എന്താ പേരെന്ത് അമ്മയോട് പറഞ്ഞാണ് പോയോര് ഇവിടെ കൊണ്ടുപോയോ പറയുന്നത് അത്രയും ദൂരം ഓട്ടോയിൽ പോയോ തൃശ്ശൂരിൽ നിന്ന് അതാ പറഞ്ഞത് അയ്യോ ഓട്ടോ ഇത്ര സ്പീഡിലല്ലേ പോകത്തുള്ളൂ എത്ര നേരം എടുക്കും വരും ചെല്ലാൻ തള്ളക്ക് എവിടെ ഇരിക്കാൻ വേണ്ടി തള്ളക്ക് ഒക്കത്തില്ല അവിടെ ആണെങ്കിലേ അതിനൊക്കെ മണ്ടയ്ക്ക് വയലിക്കാതെ അവിടെ വിശേഷം ആകത്തില്ല വെച്ച് അപ്പൊ തന്നെത്താനെ വരും വെച്ച് ഉടവത്തിന് തന്നെത്താനാണ് ഗ്യാസോട്ട് സുരേഷ് എന്ന് പറയുന്ന അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞു സുരേഷ് എന്ന് പറയുന്ന അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുവാന്ന് തോന്നുന്നു ഞാൻ കണ്ടത് വലിയ വീടാണ് അങ്ങോട്ട് പോകുന്നു അവിടുത്തെ കുഞ്ഞുമോനൊക്കെ ഉള്ളൊരു സഹായിക്കാൻ അവിടെ പോകുന്നതല്ലേ ഈ കടലിന് പോകുന്നത് എവിടെ പോകുന്നതിന് ഇത് പോണേ അതിലാണ് അത് ശുദ്ധമാണെങ്കിലേ ആദേശം പോലെ ഇതൊക്കെ പോകുന്നത് ജയലവിടെ അവിടെ വിട്ടേക്കുവാണോ കൊണ്ടിട്ടോ മോനെ തീരെ ഭാവമെല്ലാം തീരാൻ കിടക്കുക പാടി തരാതിരിക്കും ഇതെല്ലാം പാവം നടക്കുക മറ്റുള്ളവരെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ അങ്ങനെ ഉപദ്രവിച്ചതെല്ലാം പാവമാണ് അവരെന്തെല്ലാം ചെയ്യുന്നത് ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ അവരെന്തെല്ലാം ചെയ്യുന്നത് അയാൾ കൊടുക്കാം അത് തന്നെ വലിയൊരു പറഞ്ഞു ബോധം പൊക്കമില്ലാതെ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യം ഇത് നല്ലത് ചാവുന്നതായിരിക്കും ബോധം പൊക്കമില്ലാതെ കിടന്നിട്ട് എന്ത് കാര്യം വെള്ളമായിട്ടുള്ള ആഹാരം വെള്ളമായിട്ടുള്ള അവൻ ജീവിച്ചിരിക്കാതെ നേരെ ജീവിച്ചിരിക്കണം അല്ലയോ ഭഗവാനെ ഇങ്ങനിട്ട് പീഡിപ്പിക്കുന്ന എന്തിനാണോ ഭഗവാനെ പിന്നെ പൈസ കൊണ്ട് ചെലവാക്കാൻ അങ്ങനെ ചെയ്യുന്നത് എന്നാലും പണ്ടൊരു ഡോക്ടറെ വിളിച്ചു ഇപ്പോഴാ എല്ലാം പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മമാരും എല്ലാം വീട്ടിലിരുന്ന് എന്തുവാ ഒരു കുഴപ്പമില്ലാതെ സ്വത്ത് മേലോട്ടിട്ട് ഇപ്പൊ എല്ലാം കൊണ്ടിട്ട് ഓരോ ഇങ്ങനെ പൊക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തോ കാര്യത്തിനാണ് ഡോക്ടർമാര് ഇതല്ല ഇട്ടിരിക്കുക മരകിപ്പിച്ച് കൊല്ലുക ഇതൊക്കെ ഇപ്പൊ ആൾക്കാരുടെ ഒരു പുതിയ രീതിയാണ് മരകിപ്പിച്ച് കൊല്ലുക ഇതൊരു നരകം
എന്തോ രണ്ടപ്പായാലും ആത്മാവിനറിയാം ഇങ്ങനെ കിടക്കുന്നത്. എന്തോ നരകം, എന്തോ ഇത് രണ്ടപ്പേ കിടന്ന ബോധവും രണ്ടപ്പേ കിടന്നിട്ടുണ്ട്. ബോധവും പൊക്കണോ ഉണ്ടെങ്കിൽ രണ്ടപ്പേ കിടന്നോ, ഞാൻ രണ്ടപ്പേരാ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഇത് ബോധവും പൊക്കണോ നിങ്ങൾ രണ്ടപ്പേ കിടന്നിട്ട് എന്ത് കാര്യമാണ്? എന്ത് കാര്യമാ? നല്ല കാര്യമുണ്ട്? ഒരു കാര്യവും ഇല്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നേരെ ജീവിതം കൊല്ലാൻ നോക്കും മനുഷ്യര്. ഇത് ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വെന്റിലേറ്ററിലോ അതിലെവിടെയെല്ലാം കൊണ്ടിട്ടിരിക്കുന്നത് എന്തുവാ? ഇപ്പൊ വീട്ടിൽ ഇരുന്ന് തന്നെ അവര് വേറെ ജീവിതം തുടങ്ങിയ വേറെ ജന്മം എടുത്തേനെ. ചുമ്മാ പഴകിയ വസ്ത്രം കീറിയ കളയണമെന്ന് പറയുന്ന പോലെ ചുമ്മാതെ കീറിയ വെച്ചാൽ നടക്കുക. അതാണോ വലിയ കാര്യം? ആശുപത്രി കൊണ്ടിട്ട് മക്കളുമില്ല ഒന്നുമില്ല, എല്ലാവരും അവനവൻ വലിയതായിട്ട് ജീവിക്കും. ഇവരെ കൊണ്ടൊരു ആശുപത്രിയിൽ എത്തിക്കാൻ ജീവിപ്പിക്കുന്നു. വലിയ കാര്യമായിരിക്കും. മക്കൾ അടുത്ത് വല്ലതും ഉണ്ടോ? അടുത്ത ഏതെങ്കിലും മക്കൾ ഇരിപ്പുണ്ടോ? ഇല്ലേ? അതുകൊണ്ട് അതാ മോനായാലും മോളായാലും വീട്ടിൽ ഇരുത്തി ഇതുപോലെ നോക്കിയിരുന്നെങ്കിലോ ഒന്നുമില്ല എന്റെ അമ്മ എന്റെ അടുത്ത് കിടക്കുന്നത്. ഇത് കണ്ടത്ത് പോയിട്ട് നോക്കി ഇവരിവിടെ കുടിക്കണം. എന്റെ ഭാര്യ ഇപ്പോൾ നോക്കും. അവന്റെ ഭാര്യ നോക്കുക. അവനോട് ചോദിക്കുന്ന പോലെ നിന്റെ മോനെന്ത് ചെയ്യടാ? മോനുണ്ട് മോനല്ലടോ ഉണ്ടോ? മോന്റെ വാലും എല്ലാം എടുത്തേച്ച് കള്ളും കുടിച്ചാൽ നട്ടാതെ നടക്കുന്നു. കണ്ടെച്ചാലും മോളും എല്ലാം കൂടെ പങ്ക് വെച്ച് എടുത്തേച്ച് അവനെ കൊണ്ടുവന്ന് കളഞ്ഞു. അവനൊക്കെ ഇതുവരെ അവന് കിട്ടിയ കാശ് കണ്ടവർക്ക് പങ്കുവയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ കണ്ടവനെല്ലാം പീഡിപ്പിച്ചേച്ച് കണ്ടവരുമായി സൂചിക്കുന്നു. ഗുണം പിടിക്കാത്ത അവൻ എന്തോ കുഴപ്പമില്ല. അവനെ ചുമ്മാതെ എല്ലായിടത്തും കള്ളു കൊടുത്ത് കള്ളിനകത്ത് മയങ്ങുന്ന സാധനം എന്നെ മയക്കിയിട്ട് അവിടെ ഇട്ടത്. അതൊക്കെ നല്ല പരിചയമാണ്. മയക്കിയിടാൻ നല്ല പരിചയം. യുപിയുടെ കൈ മയക്കുന്നതും എന്നെ കൊണ്ടുവന്ന് 18 ദിവസമില്ലേ മയക്കിയിട്ടത് പോലെ. 18 ദിവസം ആരും മയക്കിയിടും ഇങ്ങനെ. ഒരു കുഴപ്പമില്ലാത്ത എന്നെ ആശുപത്രി പിടിച്ച് വരുത്തിയേക്ക് മയക്കിയിടുക എന്ന് പറഞ്ഞാൽ തന്തലായി ആയിരിക്കും. അവനെ റെഡിയാക്കണ്ടായോ പന്ന മോനെ? അടിച്ച് ശരിയാക്കുക എന്നെ പന്ന കഴിവാറി മോനെ. നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, നിന്റെ അമ്മ പ്രഷർ കൂടി അവിടെ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചോണ്ടി എന്നേച്ച് എന്തോ ഗൂണ്ടായിട്ട് നടത്തുന്നു ആശുപത്രിക്കാര്. അല്ല ഇടപാട് ചെയ്ത എന്ത് തോന്നിയപ്പോ ആശുപത്രിക്കാരെ കാണിക്കുവോ? ആളിനെ അറിയണ്ട, ആളിനെ കേൾക്കണ്ട, ആൾ എങ്ങനെയുണ്ടെന്ന് അറിയണ്ട, അങ്ങോട്ട് ചെല്ലുമ്പോഴേ പിടിക്കാൻ ഇതാക്കാന് ഇതിനാരാ? ആശുപത്രിക്കാർ ഉത്തരം പറഞ്ഞു നോക്കട്ടോ. അതുകൊണ്ടാ അവിടെ പോയി ഞാൻ എന്റെ ഡിസ്ചാർജ് നമ്പർ വെച്ചിട്ടാണ് തരാനത്. അറിയത്തില്ലയോ? അതിലൊക്കെ പോയതല്ലയോ പത്തവൻ ജോസ്കോയിൽ അനിലെന്നാ അവന്റെ പേര്. അനിൽ സൈക്യാട്രിസ്റ്റ് അനിലെന്നാ അവന്റെ പേര്. അവനെനിക്ക് ഡിസ്ചാർജ് നമ്പറേയും കൊണ്ടൊന്നും തന്നില്ല. എന്നിട്ട് ഞാൻ തന്നാൽ അവൻ അകത്ത് കിടക്കും. പൂഞ്ഞാത്തക്കാരൻ 18 ദിവസം കൊണ്ടൊന്ന് അവിടെ കൊണ്ടൊന്ന് മയക്കിയിട്ടിരുന്നെന്ന്. നാണം ഉണ്ടോ പറയാന്? നാണം ഉണ്ടോ അവന് പറയാന്? അവന്റെ ജോലി ഇങ്ങനെ ആയിരിക്കും. അനിലെന്ന് പറയുന്നവരെ എന്തിനാ പറയുന്നത്? ഇവനാരെ എന്നെ കൊണ്ടുപോകാൻ? ബിജുപി എന്ന് പറയുന്ന എമ്മായി ആരെ എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ? ആരാ